ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച് കട്ടായി പോയത് ഇവിടെ നിന്നാണ്. അപ്പോൾ നേരത്തെ ജനറ്റിക്കലി ഉള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു, ബയോളജിക്കലി വിഷയങ്ങൾ പറഞ്ഞു. അതിന് ശേഷം പിന്നെ പറഞ്ഞത് സോഷ്യോ കൾച്ചറിൽ വരുമ്പോൾ സൈക്കോ സോഷ്യലിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ പറഞ്ഞു പാരൻറ്റിങ് സ്റ്റൈൽ എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പാരൻറ്റിങ് സ്റ്റൈൽ നമുക്ക് കൺട്രോള്, ഡിസിപ്ലിൻ, അതുപോലെ തന്നെ വാംത്ത്, അതായത് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സ്നേഹം, വാത്സല്യം, അതുപോലെ തന്നെ വീട്ടിലുള്ള നിയന്ത്രണങ്ങൾ, ഈ രണ്ട് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് 4 തരത്തിലുള്ള പാരൻറ്റിങ്ങിനെ കാണാൻ പറ്റും. നിങ്ങൾ ഈ ബോക്സിൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ നോക്ക്. റൈറ്റ് സൈഡിലേക്ക് മേലോട്ട് പോകുന്നതോടെ ഹൈ ആണ്. അപ്പോൾ സ്നേഹവും വാത്സല്യവും കൂടുതൽ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കൺട്രോളും ഡിസിപ്ലിനും ഉണ്ട്. അത്തരം പാരൻറ്റിങ്ങിനെ നമ്മൾ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറയാം. അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് ആണ് എങ്കിലും അവിടെ എന്താണ്, കൺട്രോളോട് കൂടെ തന്നെ സ്നേഹവും പരിഗണനയും വാത്സല്യവും കുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന കുഞ്ഞ് എനർജറ്റിക് ആയിരിക്കും, ഫ്രണ്ട്ലി ആയിരിക്കും, കോമ്പീറ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരം പാരൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാനസിക വൈകല്യങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കും. അവർ പ്രൊഡക്റ്റീവായിരിക്കും, അവർ ഉഷാറായിരിക്കും. നേരെ മറിച്ച് ഇപ്പുറത്തേക്ക് നേരെ ഈ ലെഫ്റ്റിൽ ഏറ്റവും അടിയിലുള്ളത് ഇവിടെ എന്താ വെച്ചാൽ കൺട്രോളും ഡിസിപ്ലിനും കുറവാണ്, അതുകൊണ്ട് ഒരു വാത്സല്യം കുറവാണ്. നെഗ്ലക്റ്റ്ഫുൾ അൺഇൻവോൾവ്ഡ്. അതോറിറ്റിക്കിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് വരുമ്പോൾ നെഗ്ലക്റ്റ്ഫുൾ അൺഇൻവോൾവ്ഡ്. അവിടെ കൺട്രോൾ തീരെയില്ല, അതുപോലെ തന്നെ സ്നേഹം, വാത്സല്യം എല്ലാം വളരെ കുറവാണ്. ഏറ്റവും മൂലയിൽ നോക്ക്. അവിടെ എന്താ വെച്ചാൽ അവിടെ അത്തരം ഒരു പാരൻറ്റിങ് ആണ്, അത്തരം ഒരു കുടുംബമാണെങ്കിൽ അവിടെയുള്ള കുട്ടിക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. എസ്റ്റീം തീരെ ഉണ്ടായില്ല, മൂഡിനെസ് ആയിരിക്കും, എപ്പോഴും മൂഡ് ഔട്ട് ആവുന്നു. കണ്ടക്ട് പ്രോബ്ലംസ്, അതായത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും, യൂണിറ്റ് 4 പഠിക്കും കണ്ടക്ട് ഡിസോർഡേഴ്സൊക്കെ. അതായത് കുട്ടിക്ക് പെരുമാറാൻ അറിയില്ല, ആരോട് എങ്ങനെ സംസാരിക്കാൻ അറിയില്ല, എന്തെങ്കിലും പറയുമ്പോഴേക്ക് പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരിക്കും. എന്നാൽ ഈ അതോറിറ്റേറ്റീവിൻ്റെ നേരെ അടിയിലുള്ള നോക്ക്, അതോറിറ്റേറിയൻ, അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര കൺട്രോളാണ്. അതോടൊപ്പം എന്താണ്, വാംത്ത്, സ്നേഹവും വാത്സല്യം കുറവാണ്. അപ്പോൾ കുട്ടിക്ക് പരിഗണന കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല, അതോടൊപ്പം ഭയങ്കര കൺട്രോൾ, ഭയങ്കര സ്ട്രിക്റ്റ് മിലിറ്ററി അച്ചടക്കത്തോടുകൂടെ അവർ കോൺഫ്ലിക്റ്റഡ് ആയിരിക്കും. അവർ ഉള്ളിൽ ഭയങ്കര പിരിമുറുക്കങ്ങളുണ്ടാക്കും, ഇറിറ്റബിൾ, ബോംബ് മാറി എന്തെങ്കിലും ചെറിയ കാരണം കേട്ടോ പൊട്ടി മൂടി, അവർ മൂടിയാണ്. അപ്പോൾ ഒരു ദേഷ്യം ഭയങ്കര കൂടുതലായിരിക്കും. ഇങ്ങനെ അതോറിറ്റേറിയൻ പാരൻറ്റിങ് ആകുമ്പോൾ അവിടെയും ഇത് മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാവുക. അവർ വലുതായി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹൈ സ്നേഹമുണ്ട്, കൺട്രോളും കുറവാണ്, കുറഞ്ഞ കൺട്രോളുള്ളൂ, ഡിസിപ്ലിൻ കുറവാണ്, പക്ഷേ സ്നേഹവും പരിഗണനയും കൂടുതലുണ്ട്. അത്തരം പാരൻറ്റിങ്ങിന് പെർമിസീവ് ഇൻ്റലിജൻ്റ് എന്ന് പറയാം. അവിടുത്തെ കുട്ടികൾ ഇമ്പൾസീവ് ആയിരിക്കും, സെൽഫിഷ് ആയിരിക്കും, അഗ്രസീവ് ആയിരിക്കും. അവർ വലുതായി വരുമ്പോഴേക്കും അവരിൽ അഗ്രസീവ്നെസ് കൂടുതലായിരിക്കും, സ്വന്തം കാര്യം ചിന്താപാതങ്ങൾ, മറ്റുള്ളവരെ ഒരു എമ്പതിയോ സിമ്പതിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന്. ചുരുക്കി പറഞ്ഞാൽ പാരൻറ്റിങ് സ്റ്റൈലും നമ്മുടെ മാനസിക രോഗങ്ങൾ വളരാൻ അല്ലെങ്കിൽ മാനസിക അത് കൂടാനും കുറയാനുള്ള കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇനി ഫാമിലി അറ്റ്മോസ്ഫിയർ, സൈക്കോ സോഷ്യലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫാമിലിയിലെ ഒരു സാഹചര്യം, അറ്റ്മോസ്ഫിയർ, കുഞ്ഞ് വളരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറും, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, വീട്ടിൻ്റെ അകത്തുണ്ടാകുന്ന കമ്മ്യൂണിക്കേഷനും പാരൻസിൻ്റെ ഇടയിൽ അഥവാ അച്ഛൻ്റെ അമ്മേൻ്റെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റുകളും, ഇതൊക്കെ കുഞ്ഞിനെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്. അത് പാരൻറ്റിങ് സ്റ്റൈലു മാത്രമല്ല, ഫാമിലി സിസ്റ്റം തന്നെ വളരെ പ്രധാനപ്പെട്ടതെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ പാരൻ്റൽ സൈക്കോപാത്തോളജി, പാരൻസിന് മാനസിക രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോ അമ്മക്കോ രണ്ടാലൊരാൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും വിഷയം ഡിപ്രസീവോ അല്ലെങ്കിൽ ആൽക്കഹോളിസോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അച്ഛൻ കള്ളുകുടിയനാണ്, അല്ലെങ്കിൽ അച്ഛനൊരു ഡിപ്രസീവ് രോഗിയാണ്, അല്ലെങ്കിൽ അച്ഛനൊരു മാനസിക വൈകല്യം എന്തോ ഒരു പ്രശ്നമുള്ള ഒരാളാണ് എങ്കിൽ അവിടെ എന്താണ് റിസ്ക് കൂടുതലായിരിക്കും. അഥവാ കുഞ്ഞിനും ആ രോഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ജനറ്റിക്കുമാണ്, അതോടുകൂടി എൻവയോൺമെൻറ്റ്, രണ്ട് വിധത്തിലും എന്താവുന്നു കാരണമാവുന്നതാണ്. ഇന്ന് കമ്മ്യൂണിക്കേഷൻ, വീടിൻ്റെ അകത്തുള്ള ഒരു സാഹചര്യമാണ് കമ്മ്യൂണിക്കേഷൻ. കുട്ടികളുമായിട്ട് അച്ഛനും അമ്മയും കൂടുതൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തന്നെ കൂടുതൽ വലിയ സംസാരമില്ല, ഭാര്യയും ഭർത്താവൊന്നും അത്ര സൗഹൃദത്തിലൊന്നും അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത്തരം പാരൻറ്റിങ് എന്തായിരിക്കും കുട്ടികൾക്ക് രോഗമുണ്ടാകാൻ ഒരു കാരണമാകുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടി ഞാൻ ആ ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യട്ടോ. കാണുന്നുണ്ടോ വിചാരിക്കുന്നു. ഇതിൻ്റെ ഡിസ്കണക്റ്റ് ആയിരുന്നു, അതാണ് കുറച്ച് നേരം കെട്ടായിപ്പോയത്. അപ്പോൾ ഇനഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് എങ്കിൽ അതും എന്താവുന്നു, കുട്ടിയിൽ വലുതായി വരുന്ന സമയത്ത് മാനസിക വൈകല്യങ്ങളും പ്രശ്നങ്ങളും പിരിമുറുക്കളും ഉണ്ടാകാനുള്ള കാരണമാകുന്നു എന്നുള്ള. മറ്റൊന്ന് ഡിസ്റപ്റ്റഡ് റിലേഷൻഷിപ്പ്. അതായത് ഡിസ്റപ്റ്റഡ് എന്ന് പറയുമ്പോൾ
ഭാര്യ ഭർത്താക്കന്മാർ അഥവാ അച്ഛനും അമ്മയും അവരുടെ റിലേഷൻഷിപ്പ് അത്ര സുഖകരമല്ല, അണ്ടിയ മൂത്ത് മാങ്ങയ മൂത്ത് എന്ന് പറഞ്ഞാൽ എന്നും പ്രശ്നങ്ങളാണെങ്കിൽ അഥവാ ക്രോണിക് മാരിറ്റൽ ഡിസ്കോർഡുകൾ ഉണ്ടെങ്കിൽ, എന്നും പ്രശ്നങ്ങളാണ് എങ്കിൽ ബോംബ് പൊട്ടിയ പോലെയാണ് ആ വീടിൻ്റെ അകത്തളമെങ്കിൽ ആ കുട്ടികൾ സ്ട്രെസ്ഫുൾ ആയിരിക്കും, അവർക്ക് ഇറാഷണൽ എൻവയോൺമെൻറ്റ്, അവർക്കൊരു ആലോചിച്ചിട്ട് തന്നെ പിടുത്തങ്ങളില്ല. എന്താണ് അത്തരം കുടുംബത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവരെന്താണ് ഡൈവോഴ്സ്ഡ് ആയ കുടുംബത്തിൽ ജീവിക്കുന്നത് നല്ലതെന്ന്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ വീടിൻ്റെ അകത്തുണ്ടാകുന്ന പിരിമുറുക്കങ്ങളും സ്ട്രെസ്സും വലുതായി വരുന്ന സമയത്ത് കുട്ടിക്ക് മാനസിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സൈക്കോ സോഷ്യൽ വരുമ്പോൾ പാരൻ്റൽ സൈക്കോ പാത്തോളജി ഒരു ഘടകമാണ്. അഥവാ അച്ഛനോ അമ്മക്കോ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് കുഞ്ഞിൽ വലുതാവുമ്പോൾ ഉണ്ടാവും. പിന്നെ അച്ഛനും അമ്മയും കുട്ടികളും തമ്മിലെ കമ്മ്യൂണിക്കേഷൻ കുറവാണെങ്കിലും അത് വലുതായി വരുന്ന സമയത്ത് മാനസിക രോഗങ്ങൾക്കുള്ള കാരണമാകും. അതുപോലെ ഡിസപ്റ്റഡ് റിലേഷൻ, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നും പ്രശ്നങ്ങളും ഷണ്ടയൊക്കെ ആണെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് നല്ലൊരു കാഴ്ചപ്പാട് വെക്കും നിങ്ങൾ. ഫോർ എ ചൈൽഡ്, ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ദ ഇഫക്റ്റ് ഓഫ് ഡൈവോഴ്സ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഡൈവോഴ്സായിട്ട് സെപ്പറേറ്റഡ് ആകുന്നു എന്നതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് അപകടകരമാണ് കുഞ്ഞിനെ സംബന്ധിച്ച്. എങ്കിലും അത് ആർ ഓഫൺ മോർ ഫേവർ, അതാണ് കുറച്ചുകൂടി നല്ലത് ഏതിനേക്കാൾ റിമൈനിങ് ഇൻ എ ഹോം ടോൺ ബൈ കൺസ്റ്റൻറ്റ് അൺറിസോൾവ്ഡ്. എന്നും അടിപിടി കൂടുന്ന ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അച്ഛനമ്മയ്ക്ക് ഇടയിൽ ജീവിക്കുന്നതിനേക്കാൾ കുഞ്ഞിനെ സംബന്ധിച്ച് നല്ല എന്താണ്, ഇവർ പിരിഞ്ഞിട്ട് ഏതെങ്കിലും ഒരാളെ കൂടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടിക്ക് വലുതാകുന്ന സമയത്ത് മാനസിക രോഗങ്ങൾ കൂടാനുള്ള കാരണമാകുമ്പോൾ എൻവയോൺമെൻ്റ് ഒരു ഘടകമാണെന്ന് കിട്ടി. ഇനി നമ്മൾ മൂന്നാമത്തെ ഭാഗത്തേക്ക്, ആദ്യം നമ്മളെന്താ പഠിച്ചത് ജെനറ്റിക് ഫാക്ടേഴ്സ്, ബയോളജിക്കൽ ഫാക്ടേഴ്സ്. രണ്ടാമതെന്താ പഠിച്ചത് സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് അഥവാ ഫാമിലി, പാരൻസ്, പാരൻറ്റിങ് സ്റ്റൈല്, അവരുടെ എക്കോസിസ്റ്റം ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ സോഷ്യോ കൾച്ചറൽ സിസ്റ്റം, അതായത് ഈ വ്യക്തിയുടെ അപ്പുറത്ത് കുടുംബവും കഴിഞ്ഞ് സമൂഹത്തിലുണ്ടാകുന്ന സാമൂഹിക സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങളും പലപ്പോഴും എന്താവുന്നു നമ്മളെ മാനസിക പിരിമുറുക്കങ്ങൾക്ക് അല്ലെങ്കിൽ മാനസിക രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. നമുക്ക് ജനറ്റിക് ഇൻഹെറിറ്റൻസ് ഉള്ളതുപോലെ തന്നെ സോഷ്യോ കൾച്ചർ ഇൻഹെറിറ്റൻസ്, അപ്പോൾ ജനറ്റിക്കലി നമുക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ചില സ്വഭാവ ഗുണങ്ങൾ കിട്ടുന്നു എന്നത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൾച്ചറും അങ്ങനെ കിട്ടുന്നുണ്ട്. അതായത് കേരളത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ കേരളീയ കൾച്ചർ നമുക്ക് കിട്ടിയത്. നമ്മൾ തന്നെ കർണാടകയിലാണ് ജനിച്ചതെന്ന് വിചാരിക്കുക, അപ്പോൾ കർണാടക കൾച്ചർ കിട്ടും. അതേ നമ്മൾ തന്നെ ബീഹാറിലോ യു പിയിലോ അല്ലെങ്കിൽ ആന്ധ്രയിലൊക്കെ ആണെങ്കിൽ അത് കിട്ടും. അപ്പോൾ നമ്മൾ എവിടെയാണ് ആ സാഹചര്യത്തിൽ വളരുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവമായിരിക്കില്ല ഈ സാഹചര്യം. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ കൾച്ചറല്ല നോർത്ത് ഇന്ത്യയിലുള്ളത്. സൗത്ത് ഇന്ത്യക്കാരുടെ ആ ഒരു മാനുഷികമായ ബന്ധങ്ങളോ സ്നേഹങ്ങളോ അതൊന്നും ആയിരിക്കില്ല അപ്പുറത്തുണ്ടാകുക, നേരെ ഉൾട്ടാ പൾട്ടേക്കായിരിക്കും. നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. എന്തായിരുന്നാലും ഇതൊരു ഘടകം. ഇനി വളരെ ദാരിദ്ര്യവും വളരെ പ്രയാസവും ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞ്, അതേസമയം വായൽ വെള്ളിക്കരണ്ടിയുമായിട്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആഡംബരമായി ജീവിക്കുന്ന ഒരു കുഞ്ഞ്, ഈ രണ്ട് കുഞ്ഞുങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ അവർ വലുതായി വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവരിൽ തന്നെ മാനസിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ദ ഇമ്പാക്റ്റ് ഓഫ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് SES, ഇത് ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പഠനങ്ങൾ നോക്കും. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ കുഞ്ഞ് വലുതായിരുന്ന സമയത്ത് ഈ സമൂഹത്തിൽ എപ്പോഴും ഉപദ്രവകാരികളാകുന്ന അത്തരം സ്വഭാവം നിങ്ങൾ അടുത്ത യൂണിറ്റിൽ കൃത്യമായി പഠിക്കും ചൈൽഡ് ബിഹേവിയറിനെ കുറിച്ച്. അപ്പോൾ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ, ഒന്ന് സൈലൻ്റ് ആകും. ഹലോ, ഒന്ന് മ്യൂട്ട് ചെയ്യോ? അപ്പോൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത് ഹയസ്റ്റ് എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ളൊരു കുടുംബത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അവരിലേക്കാൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും മിഡിൽ ക്ലാസ്സിൽ, അവരിലേക്കാൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും ലോവർ ക്ലാസ്സിൽ. അതായത് വളരെ സാമ്പത്തികമായിട്ട് ദരിദ്രം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് മാനസിക രോഗങ്ങൾ വളരാൻ അഥവാ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ വരാനുള്ള സാധ്യത ഹയസ്റ്റ് സാമ്പത്തിക ഉള്ളതിനേക്കാൾ 3 ഇരട്ടിയാണെന്നാണ്. ഇനി ഡിപ്രസീവ് ഡിസോർഡർ എടുത്തു നോക്കുക. ഇതൊക്കെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് ഡിപ്രസീവ് ഡിസോർഡർ എടുത്തു നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് കുടുംബത്തിലുള്ള അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും മിഡിൽ ക്ലാസ് കുടുംബത്തിൽ, അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും ലോവർ ക്ലാസ്. അപ്പോൾ ലോവസ്റ്റ് കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്ന കുഞ്ഞ് ജനിച്ച് വളരുന്ന കുടുംബത്തിലുള്ള കുട്ടിക്ക് വലുതായി വരുമ്പോൾ മാനസികമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് ഡിപ്രസീവ് ഡിസോർഡറൊക്കെ കൂടുതലായിരിക്കും ആരേക്കാൾ, മിഡിൽ ക്ലാസ്സിനേക്കാൾ. അവർക്ക് തന്നെ ആരേക്കാൾ ഹയസ്റ്റ്. അപ്പോൾ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലാകുമ്പോൾ ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഷ്യോ കൾച്ചറൽ ഇക്കണോമിക് സിസ്റ്റം എന്താണ്, നമ്മുടെ ഈ പാത്തോജെനിസിൻ്റെ ഒരു ഘടകമാണെന്ന്. ഇനി ഈ മെറ്റീരിയൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ. ഒന്ന്, നമ്മളുടെ റോളുകൾ, പലപ്പോഴും ഓരോ വ്യക്തി എടുക്കേണ്ട റോള് വലുതായി വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം ഇന്ത്യൻ നോക്കുക, ഡിസോർഡർ എൻഡേഞ്ചറിങ് ഒരു കാരണം, എൻഡേഞ്ചറിങ് സോഷ്യൽ റോൾസ്,
പലപ്പോഴും എന്താവും നമുക്ക് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇടങ്ങേറാക്കുന്ന ചില റോളുകളാണ് എടുക്കേണ്ടത് വിചാരിക്കുക. ഉദാഹരണം, ഒരാൾ ജോലിയുടെ ഭാഗമായിട്ട് പട്ടാളത്തിൽ ചേർന്നു വിചാരിക്കുക. നമ്മുടെ നല്ല കുടുംബത്തിലൊരു കുഴപ്പമില്ലാത്ത ഒരാൾ പട്ടാളത്തിൽ ചേർന്നു എന്ന് വിചാരിക്കുക. അയാൾ പട്ടാളത്തിൽ ചേർന്ന് ആ ട്രെയിനിങ് കിട്ടി ക്രമേണ എന്താവും കണ്ണിൽ ചോരയില്ലാത്ത ഒരു പ്രത്യേക രീതിയിലേക്ക് മാറും. ഒരു മെക്കാനിക് ലൈഫായിരിക്കും. അപ്പോൾ വെടിവെക്കേണ്ട രംഗം വരുമ്പോൾ, ഷൂട്ട് ചെയ്യേണ്ട രംഗം വരുമ്പോൾ അവിടെ കുട്ടിയാണോ, അത് മനുഷ്യനല്ലേ, അത് പെങ്ങളല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കില്ല, വെടിവെക്കും. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പട്ടാളക്കാരൻ പാകിസ്ഥാൻ കുഞ്ഞാണോ, ആണാണോ, പെണ്ണാണോ, ഗർഭിണിയാണോ നോക്കൂല, വെടിവെക്കും ആവശ്യം വന്നാൽ. അതുപോലെ ഇങ്ങോട്ടും ഇപ്പോൾ നിങ്ങൾ ഗസയിലേക്ക് പോയാൽ ഇസ്രായേലി പട്ടാളക്കാർ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ പട്ടാളക്കാരൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ, ഈ ജോലി കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വരുമ്പോൾ അവരിങ്ങനെ വേണ്ടില്ലായിരുന്നു കേട്ടോ, ഞാൻ എത്ര അങ്ങനെ ചിന്തിച്ച് രോഗങ്ങളാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട റോള് തന്നെ പലപ്പോഴും എന്താവും നമ്മളെ രോഗങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ റൗഡി വർക്കൊക്കെ ചെയ്യേണ്ട ആൾക്കാരുണ്ടാവില്ല, വലിയ ഗുണ്ടായിട്ട് നടക്കേണ്ട ആൾക്കാർ, ഒരു കാലത്ത് അവർ മനസ്താപം വന്ന് മാറി വരുന്ന സമയത്ത് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ പട്ടാള വേല ചെയ്യുന്നവർക്ക് പലപ്പോഴും എന്താകും, കുറച്ച് കഴിഞ്ഞ് റിട്ടയർഡൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളതാണ്. കുറേ ചെയ്ത് കുട്ടിയെ കുറിച്ച് അറിച്ച് ഭയങ്കര പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളതാണ്. അത് പലപ്പോഴും കാരണമാകുന്നുള്ളൂ. അപ്പോൾ സോഷ്യൽ ചേഞ്ചും അങ്ങനെ തന്നെ. അതായത് സമൂഹത്തിലുണ്ടാകുന്ന അൺസർട്ടണിറ്റി. ഇപ്പോൾ ഉദാഹരണം, ഒരു 100-200 വർഷങ്ങൾക്ക് മുമ്പെടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഡെവലപ്മെൻ്റ് അല്ല, പിന്നെ ഇങ്ങനെ ഡെവലപ്മെൻറ്റ് ഫേസ് കൂടിക്കൊണ്ടിരിക്കുക, പേസ് കൂടുതലാണ്. അതായത് കഴിഞ്ഞൊരു 10 വർഷം ഉണ്ടായ ഡെവലപ്മെൻ്റ് അല്ല, ആ ഒരു 10 വർഷം കൊണ്ട് ഉണ്ടായ ഡെവലപ്മെൻറ്റിന് അതിന് മുന്നോക്കൊക്കെ ഒരു 40 വർഷം എടുത്തിട്ടുണ്ടാവും, അതിന് മുന്നോക്കെ 1 വർഷം, അപ്പോൾ 100 വർഷം. അപ്പോൾ 100 വർഷം കൊണ്ടുണ്ടായ ഡെവലപ്മെൻറ്റ് പിന്നീട് 10-40 വർഷം കൊണ്ടുണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞൊരു 5-6 വർഷം കൊണ്ട് ഇതിന്, അപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ടെക്നോളജിയുടെയൊക്കെ ഡെവലപ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് സമൂഹത്തിൽ വലിയ വലിയ പിരിമുറുക്കങ്ങൾ വരുന്നു. ഇത് പൊരുത്തപ്പെടാൻ പലപ്പോഴും മനുഷ്യന്മാർക്ക് കഴിയാതെ വരും. തൻ്റെ റോൾ എന്താണ്, തൻ്റെ കടമ എന്താണ്, താൻ എന്താ. അപ്പോൾ അത് കാരണം എന്താ പലപ്പോഴും ആകെ താളം തെറ്റി പോകാറുണ്ടെന്നാണ്. ഡീമോറലൈസേഷനും ഹെൽപ്ലെസ്നെസ്സും ഉണ്ടാവും, അതായത് നിസ്സഹായാവസ്ഥ. പണ്ട് ഒരു 20-30 വർഷം മുമ്പ് നമ്മുടെ വീടിൻ്റെ സാഹചര്യമല്ല ഇന്നത്തേത്, അല്ലേ? അന്ന് വീട്ടിലിരുന്ന് സംസാരിക്കാനും സൊറ പറയാനും കുടുംബക്കാരോട് സംസാരിക്കാനൊക്കെ നേരം ഉണ്ടായിരുന്നു. ഇന്ന് വീട്ടിലെല്ലാവരും ഉണ്ടാവും, പക്ഷേ ഓരോരുത്തരും അവനവൻ്റെ മൊബൈലിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ റീൽസിലേക്ക്, ഫേസ്ബുക്കിലേക്ക് അല്ലെങ്കിൽ ട്വിറ്ററിലേക്ക്, ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. അങ്ങനെ മേലോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ എന്താവുന്നു, അവസാനം അറ്റ് ദ എൻഡ് രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് കൂടുന്നു എന്നത് നല്ലതാണ്, പക്ഷേ അത് കാരണം മാനസിക പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും മനസ്സമാധാനം കെടലൊക്കെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ ചേഞ്ച് ഒരു ഘടകമാണ്, ഡെസ്പയർ ഉണ്ടാകാനൊക്കെ കാരണമാണ്. ഇതുവരെ പറഞ്ഞ അതിൻ്റെ ആകെത്തുക നമ്മൾ 2 ഭാഗമായിട്ടൊന്ന് ചർച്ച ചെയ്ത്, കാരണം ഒന്ന് ഡിസ്കണക്റ്റ് വന്നു. എന്നാലും ഇതുവരെ പഠിച്ചത് മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ആകെ തുകയാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ബയോളജിക്കൽ, അഥവാ ജെനറ്റിക്കലി നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ പറഞ്ഞു, പാരൻസിൽ നിന്നും ജീന് മുഖേന കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഫീനോ ടൈപ്പ്, ജീനോ ടൈപ്പ് എന്നുള്ള ഭാഗം നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ HPA ആക്സിസിനെ കുറിച്ച് പഠിച്ചു. അതായത് നമ്മുടെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെയും അത് അഡ്രിനലിന് അവിടെ സെറട്ടോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ചിലപ്പോഴൊക്കെ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ബയോളജി എന്താവുന്നു, ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു, പ്രത്യേകിച്ച് സെറട്ടോണിൻ. അതെന്താവുന്നുണ്ട്, കോർട്ടിസോൾ. അത് പലപ്പോഴും നമ്മളെ വിജിലൻ്റ് ആക്കുകയാണ്. ഈ കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം ഇങ്ങനെ കൂടി വന്ന് ആ കുട്ടി വലുതായി വരുന്ന സമയത്ത് എന്താകും, ഒരു PTSD പോലത്തെ എപ്പോഴും ഒരു പ്രശ്നങ്ങൾക്കാരനാകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞത് സൈക്കോ സോഷ്യലാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഫാമിലി സാഹചര്യങ്ങൾ. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ പാരൻറ്റിങ് സ്റ്റൈല് പലപ്പോഴും എന്താണ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൂടാതെ കുടുംബത്തിലെ ട്രോമകൾ, അതായത് പരിഗണന കിട്ടാതെ വരുന്ന സമയത്ത്, അതല്ല മാൽന്യൂട്രീഷൻ ഉണ്ടാകുന്ന സമയത്ത്, സാമ്പത്തിക ഭദ്രത, നല്ല സാമ്പത്തികമാണെങ്കിൽ രോഗങ്ങൾക്ക് സാധ്യത കുറവാണ്, സാമ്പത്തിക ഭദ്രത കുറവാണെങ്കിൽ മിക്കവാറും രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. അതിന് മേലോട്ട് പോയി സോഷ്യോ കൾച്ചർ റോളുകൾ പറഞ്ഞു. അതായത് പട്ടാളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തെ കുറച്ച് കഴിയുമ്പോൾ വലിയ പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ ഹൈലി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന കാരണം തന്നെ ഹൈലി അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കും, അതും തന്നെ പലപ്പോഴും രോഗങ്ങൾക്ക് കാരണമാകും. ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ് നമ്മുടെ മാനസിക രോഗങ്ങൾ ഉണ്ടാകും. ഒരു സ്പെസിഫിക് കാരണമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതൊക്കെ ഇൻ്റർപ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് ഈസ് എ പാത്ത് ചാർട്ടേഡ് ത്രൂ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ്. ഈ പറഞ്ഞതൊക്കെ ഘടകമാണ്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് ഡയാത്തിസിസ് എന്ന് പറഞ്ഞാൽ. എന്താ ഡയാത്തിസിസ്? നേരത്തെ നമ്മൾ പറഞ്ഞു, എന്ത് ജീനോടൈപ്പ്, ഫീനോടൈപ്പ്. ജീനോടൈപ്പ് പറഞ്ഞാൽ ജെനറ്റിക്കലി നമുക്ക് കിട്ടിയ സാധനങ്ങൾ, അത് വിസിബിൾ ആയിക്കോളുന്നില്ല, ഇൻവിസിബിൾ ആയിട്ടുള്ള. ഇപ്പോൾ ഉദാഹരണം, ഒരു കുഞ്ഞിന് ഉണ്ടാകുന്ന ചില സ്വഭാവ വിശേഷണങ്ങൾ, അച്ഛൻ്റെ സ്വഭാവ ഗുണങ്ങൾ, അമ്മയുടെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ അത് കൃത്യമായിട്ടുണ്ട് പ്രകടമായാൽ എന്താണ്, അവൻ വളരുന്ന സാഹചര്യത്തിൽ നിന്നാണ്. അതാണ് എൻവയോൺമെൻറ്റ്. ഇത് രണ്ടും കൂടിയിട്ട് എന്താവും, ഒന്നുകിൽ പോസിറ്റീവ് ആകും അല്ലെങ്കിൽ നെഗറ്റീവ് ആകും, അഥവാ നല്ലതായിരിക്കും അല്ലെങ്കിൽ. അതാണ് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞു. ഇതും അതുപോലെ തന്നെ
ഡയാത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് ഉണ്ടാകാനുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആ ഒരു ത്വര ഉണ്ടല്ലോ, ഒരു കാമ്പ്, അതിനാണ് ഡയാത്തിസിസ് എന്നത്. അതേ പ്ലസ് അത് ചിത്രം നോക്കൂ, ഒരു ചെടി, ആ ചെടിയുടെ ഒരു ചെറിയ വിത്ത്, അതേ പ്ലസ് സ്ട്രെസ്ഫുൾ സാഹചര്യങ്ങൾ, ഇത് രണ്ടും ഒത്തൊരു വരുമ്പോൾ അത് മുളച്ചു വരുന്നു, താഴ്ച വളരുന്നു. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഡയാത്തിസിസ് എന്ന് പറഞ്ഞാൽ എ പ്രീ എക്സിസ്റ്റിംഗ് വൾണറബിലിറ്റി ഓർ പ്രീ ഡിസ്പോസിഷൻ, സാധ്യത ടു എ പർട്ടിക്കുലർ ഡിസോർഡർ, ഒരു രോഗം ഉണ്ടാകാൻ. ദിസ് ഇസ് ഓഫൺ, പലപ്പോഴും ബയോളജിക്കൽ ജെനറ്റിക്കൽ. ഡയാത്തിസിസ് എന്തായിരിക്കും? ബയോളജിക്കലായിരിക്കും അല്ലെങ്കിൽ ജെനറ്റിക്കലായിരിക്കും. അപ്പോൾ ഒരു രോഗമുണ്ടാകാനുള്ള ത്വര അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഉള്ള സാധ്യത എന്നുള്ളത് ഒന്നുകിൽ ബയോളജിക്കലി ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ ജെനറ്റിക്കലി ഉണ്ടായിരിക്കും. പക്ഷേ അതുമാത്രം പോരാ, സ്ട്രെസ്സ് എന്ന് പറഞ്ഞ സാധനം, പിരിമുറുക്കങ്ങളും പ്രതിസന്ധികളും എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഡയാത്തിസിസ് പ്ലസ് സ്ട്രെസ്സ് എന്ന് പറഞ്ഞ എൻവയോൺമെൻറ്റ് അഥവാ സോഷ്യോ കൾച്ചറൽ ഫാക്ടർ, ഇത് രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ എന്താവുന്നു? ഈ കുട്ടിയിൽ ഈ രോഗങ്ങൾ ഉണ്ടാകുന്നില്ല. അൾട്ടിമേറ്റ് ടേക്ക് എന്താ? എ പ്രീ ഡിസ്പോസിഷൻ മേ ബി ഇൻഹെറിറ്റഡ്. ജന്മന രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധനങ്ങൾ ചിലപ്പോൾ ജന്മന കിട്ടിയിട്ടുണ്ട്, പക്ഷേ രോഗം കിട്ടുന്നില്ല. ബട്ട് എ ഡിസോർഡർ നോട്ട്. അപ്പോൾ ഒരു അച്ഛനിൽ നിന്നും ഒരു അമ്മയിൽ നിന്നും രോഗം കുട്ടിക്ക് വരുന്നില്ല. പിന്നെ രോഗം വരാനുള്ള സാധ്യത, ത്വര അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാസന ഉണ്ട്. പിന്നെ അതിന് പറ്റുന്നൊരു സാഹചര്യങ്ങളുണ്ടാണ്. അപ്പോഴാണ് രോഗങ്ങളുണ്ട്. അതിനാണ് നമ്മൾ പറഞ്ഞത് ഫീനോടൈപ്പ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജെനറ്റിക്കൽ നമ്മൾ പറഞ്ഞു വരുന്നത് പാത്തോജെനിസിസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ചാൽ 3 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ജെനറ്റിക് അഥവാ ബയോളജിക്കൽ ബ്ലൂ പ്രിൻ്റ് അഥവാ ജന്മന കിട്ടുന്നത്. അത് ന്യൂറോ ആകാം, അല്ലെങ്കിൽ ജെനറ്റിക് ആകാം, ജീനിലൂടെ അല്ലെങ്കിൽ ഇതിലൂടാകാം. അതല്ലെങ്കിൽ HPA ആക്സിസ് പറഞ്ഞു അല്ലേ, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അതുപോലെ അഡ്രിനാലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. പിന്നെ സൈക്കോ സോഷ്യൽ എന്ന് പറയുമ്പോൾ ഫാമിലി അല്ലേ, ഫാമിലി സാഹചര്യങ്ങൾ, അതിൽ പ്രധാനമായിട്ട് പാരൻറ്റിങ് സ്റ്റൈല്, ഫാമിലിയിൽ കിട്ടുന്ന പരിഗണനയും മാൽന്യൂട്രീഷനും പോവർട്ടിയും ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സോഷ്യോ കൾച്ചർ സാഹചര്യം എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റും, രാഷ്ട്രീയമാകാം, സാമ്പത്തികമാകാം. ഇത് 3ഉം ചേർന്നിട്ടൊക്കെയാണ് പലപ്പോഴും രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ മാനസിക രോഗങ്ങൾ ജന്മന ഉണ്ടാകുന്നതല്ല, അതേസമയം ഇത് 3ഉം ചേർന്ന് ഇതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ടുണ്ടാകും. ചിലതിനെക്കുറിച്ച് കൂടുതൽ പ്രാധാന്യമുണ്ട്. പലപ്പോഴും ഇതിൽ നിന്ന് ഏതെങ്കിലും എസ്സേക്ക് ചോദിക്കാറുണ്ട്. ബയോളജിക്കൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓരോന്നും പോയിന്റുകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. എസ്സേക്ക് പലപ്പോഴും ഈ യൂണിറ്റിൽ നിന്ന് വരാണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ യൂണിറ്റാണ്. ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് 4-മത്തത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് ചൈൽഡ്ഹുഡ് ഡിസോർഡർ. ചെറുപ്പത്തിൽ ചെറിയ കുഞ്ഞായിരിക്കും, ഒരു 10 വയസ്സാകുമ്പോഴേക്ക് മാനസിക രോഗങ്ങൾ ഏതെല്ലാം സാധനങ്ങൾ വരുന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ക്ലാസ്സിൻ്റെ അടിയിലൊന്ന് ഡിസ്കണക്റ്റ് ആയി, നെറ്റ് പോയിട്ട് എന്തോന്ന് അറിയില്ല, ഡിസ്കണക്റ്റ് ആയി, വോയിസ് ഇല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 2 വീഡിയോ ആയിട്ട് നമുക്ക് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ഒന്ന് അറിയിക്കുക. നമ്മൾ ഈ യൂണിറ്റിൻ്റെ ഈ മെറ്റീരിയലിലെ ഓരോ യൂണിറ്റുകളും ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുക്കും, ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്നിട്ട് അതിൻ്റെ നോട്ട്സും PPTയും ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ എക്സാം ആവുന്ന സമയത്ത് ഒരു റിവിഷനും നടത്തുന്നതായിരിക്കും. ഓക്കെ, നേരത്തെ ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് ക്ലാസ്സുകൾ മുഴുവൻ കേൾക്കാൻ സൗകര്യമായിരിക്കും. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്ലാസ്.